ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തപസ്സുകാലത്തെ 4-ാമത്തെ ഞായറിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളിന്ന് ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്തിൽ കൂടുതലായി ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രകാശം ഈ ലോകത്തിലേക്ക് വന്നിട്ടും പ്രകാശത്തെക്കാൾ അധികമായി ആളുകൾ അല്ലെങ്കിൽ ജനങ്ങൾ അന്ധകാരത്തെ സ്നേഹിച്ചു. എന്തുകൊണ്ടായിരിക്കാം അന്ധകാരത്തെ കൂടുതലായി ജനങ്ങൾ സ്നേഹിക്കുന്നത്? വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന കവിവാക്യമുണ്ട്. ഈ വെട്ടത്തിലായിരിക്കുക എന്നുള്ളതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ പ്രയാസങ്ങളെ ഭയപ്പെടുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആളുകൾ അന്ധകാരത്തെ കൂടുതലായി സ്നേഹിക്കുന്നത്. ആദ്യമായി, വെളിച്ചത്തിൻ്റെ അഭാവമാണ് ഇരുട്ട്. തുമ്നെ മുജ്കോ ഹസന സിഖായ എന്ന ചെറുകഥയുണ്ട്. ഇതിൽ ഇരുട്ട് നിറഞ്ഞ ഒരു മനുഷ്യൻ, അദ്ദേഹം ജയിൽ ചാടി പുറത്തു വരികയാണ്. പ്രധാന ഉദ്ദേശം തന്നെ ഈ ജയിലിലാക്കിയ എല്ലാവരെയും ഇല്ലാതാക്കണം. ഈ ലോകത്തോട് മുഴുവൻ അദ്ദേഹത്തിന് വെറുപ്പാണ്. ഉള്ളു നിറയെ ഇരുട്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. അങ്ങനെ ഇത് ചെയ്യുവാനായി, ഈ കൃത്യം നിർവഹിക്കുവാനായി ഒരു ഗ്രാമത്തിലേക്ക് ഇയാൾ വരുന്നു. ഗ്രാമത്തിൽ ഒരു ചെറിയ കുടുസുമുറിയിൽ ഇയാൾ താമസിക്കുന്നു. വാതിൽ തുറക്കാനോ ജനൽ തുറക്കാനോ അദ്ദേഹം കൂട്ടാക്കുന്നില്ല. 2 ദിവസത്തിന് ശേഷം ചെറുതായി ഒന്ന് ജനൽ തുറന്നേക്കാം എന്ന് കരുതി ഇയാൾ ജനൽ തുറക്കുമ്പോൾ പ്രകാശത്തിൻ്റെ ക്ഷണക്കത്ത് പോലെ ഒരു പെൺകുട്ടി ഇയാളെ നോക്കി പുഞ്ചിരിക്കുന്നു. പക്ഷെ ഇയാൾ ആ പെൺകുട്ടിയെ നോക്കാൻ പോലും തയ്യാറാകുന്നില്ല. ദേഷ്യത്തോടുകൂടി, പുച്ഛത്തോടുകൂടി ഈ ജനൽ ഇയാൾ കൊട്ടിയടയ്ക്കുന്നു. ഇത് ഇങ്ങനെ 2 തവണ ആവർത്തിക്കുന്നു. 3-ാമത്തെ തവണ ഇയാൾക്ക് ഈ പ്രകാശത്തിൻ്റെ ക്ഷണക്കത്ത് സ്വീകരിക്കാതിരിക്കാനായി സാധിച്ചില്ല. ഇയാൾ ആ പെൺകുട്ടിയെ നോക്കി ചിരിക്കുന്നു. അങ്ങനെ ഈ അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന, ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന ഇയാളുടെ ഹൃദയത്തിലേക്ക് പതിയെ വെളിച്ചം പ്രവേശിക്കുന്നു. ഈ കഥ അവസാനിക്കുമ്പോൾ ഇയാളിങ്ങനെ പോലീസിന് കീഴടങ്ങുകയാണ്. ഈ പോലീസിന് കീഴടങ്ങുന്ന സമയത്ത് ഇയാൾ സൗമ്യമായി പുഞ്ചിരിക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ രൂപസാദൃശ്യമുള്ള ഒരാളെ പോലെ. ഇയാളത് ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, തുമ്നെ മുജ്കോ ഹസന സിഖായ. ആ പെൺകുട്ടിയെ മനസ്സിൽ കണ്ടുകൊണ്ട് അയാൾ പറയുന്നു, നീ എന്നെ പുഞ്ചിരിക്കാൻ പഠിപ്പിച്ചു. അങ്ങനെ മെല്ലെ പ്രകാശത്തിൻ്റെ മകനായി അയാൾ രൂപാന്തരപ്പെടുന്നു. രണ്ടാമതായി പറയാനുള്ളത് 2 തരത്തിലുള്ള ഇരുട്ട് ഉണ്ട് എന്നുള്ളതാണ്. ആദ്യത്തെ ഇരുട്ട് ഇങ്ങനെ പുറത്തുള്ള ഇരുട്ടാണ്. അതിങ്ങനെ ജീവിത സാഹചര്യങ്ങളാകാം, നമ്മുടെ ബുദ്ധിമുട്ടുകളാകാം, രോഗാവസ്ഥകളാകാം, എന്തുമായിക്കോട്ടെ. 2-ാമത്തെ ഇരുട്ട് എന്നുള്ളത് അകത്തുള്ള ഇരുട്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അകത്തെ ഇരുട്ട്. അതില്ലാതാക്കുമ്പോൾ നമുക്ക് പുറത്തുള്ള ഇരുട്ടിനെയും അഭിമുഖീകരിക്കാൻ പറ്റും, അതിനെയും മറികടക്കാൻ സാധിക്കും എന്നുള്ള സന്ദേശമാണ്. 2 കുട്ടികൾ ഇങ്ങനെ ഒരു കാട്ടിൽ ഒരു മലഞ്ചെരുവിൽ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ആദ്യത്തെ ആൺകുട്ടി ഈ കൂട്ടുകാരനോട് ചോദിക്കുന്നു, ഇപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നീ എന്താണ് ചോദിക്കുക? അപ്പോൾ ഈ ചോദ്യം കേൾക്കുന്ന കുട്ടി കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം പറയുന്നു, ഇപ്പോൾ ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുക കൂടുതൽ നക്ഷത്രങ്ങളായിരിക്കും. കാരണം നിനക്കറിയാമല്ലോ, ഇപ്പോൾ ഇരുട്ട് വർദ്ധിച്ചു വരികയാണ്. നമുക്ക് ഭവനത്തിലേക്ക്, വീട്ടിലേക്ക് മടങ്ങി പോകണമെങ്കിൽ വെട്ടത്തിൻ്റെ ആവശ്യമുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ കൗതുകത്തോടുകൂടി ഈ ചോദ്യം ഉന്നയിച്ച കുട്ടിയോട് ഈ കുട്ടി തിരികെ ചോദിക്കുന്നു, നിനക്കാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നെങ്കിൽ നീ എന്തായിരിക്കും ആവശ്യപ്പെടുക? അപ്പോൾ ഈ അധികം ആലോചിക്കാതെ തന്നെ ഈ കുട്ടി മറുപടി പറയുന്നു, ഞാൻ കുറേ കൂടി ഇരുട്ടിന് വേണ്ടിയായിരിക്കും ദൈവത്തോട് അപേക്ഷിക്കുക. അപ്പോൾ ഇവന് കൗതുകമായി, എന്തുകൊണ്ടാണ് നീ ഇരുട്ട് ആവശ്യപ്പെടുന്നത്? ഇപ്പോൾ തന്നെ ആവശ്യത്തിനധികം അന്ധകാരം നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ സൗമ്യമായിട്ട് ഈ കുട്ടി മറുപടി പറയുന്നു, ഇരുട്ട് വർദ്ധിക്കുമ്പോൾ ഈ ഉള്ള വെട്ടത്തിൻ്റെ കാന്തി, ശോഭ വർദ്ധിക്കുന്നു. ഈ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത്. പുറത്തുള്ള അന്ധകാരത്തെയല്ല നമ്മൾ ഭയപ്പെടേണ്ടത്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അന്ധകാരം. ആ അന്ധകാരം നിലനിൽക്കുമ്പോൾ നമുക്ക് പുറത്ത് പ്രകാശമുണ്ടെങ്കിലും ഉള്ളിൽ അന്ധകാരമുള്ളത് കൊണ്ട് തന്നെ എല്ലാം അന്ധകാരമായി അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ പ്രകാശമാകുന്ന ദൈവത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കുക. യോഹന്നാൻ്റെ സുവിശേഷമെല്ലാം വരച്ചു കാട്ടുന്നത് ഇങ്ങനെ ദൈവത്തെ പ്രകാശമായിട്ടാണ്. പ്രകാശം നമ്മുടെ ഇടയിലേക്ക് വന്നു എന്നൊക്കെ പ്രവാചകന്മാർ ഉൾപ്പെടെ നമ്മോട് പറയുന്നുണ്ട്. ഒടുവിലായി
ഈ ഇരുട്ടിനെ അകറ്റുക അല്ലെങ്കിൽ ഇരുട്ടിനെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഈ വെട്ടത്തിൻ്റെ പൊള്ളലിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്താണ് ഈ വെട്ടത്തിൻ്റെ പൊള്ളൽ? ഇരുട്ടത്തായിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കംഫോർട്ട് സോൺ അവസ്ഥ, സുഖലോലുപതയിലായിരിക്കുന്ന അവസ്ഥ വെട്ടത്തിലായിരിക്കുമ്പോൾ ലഭിക്കുന്നില്ല. ഈ വെട്ടത്തിലായിരിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കംഫോർട്ട് സോൺ, നമ്മൾക്ക് സുഖലോലുപത തരുന്ന അവസ്ഥയ്ക്ക് പുറത്തു വരിക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുറിപ്പാടുകളും പൊള്ളലുകളൊക്കെ ഏറ്റെടുക്കേണ്ടി വരും. ഓർക്കുന്നത് ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ്. മേഴ്സി മാത്യു എന്ന് പറയുന്ന പെൺകുട്ടി. എല്ലാം ഉണ്ടായിരുന്നു അവൾക്ക്. നല്ല വിദ്യാഭ്യാസം, നല്ല സാമ്പത്തിക അവസ്ഥ. അങ്ങനെ ഒരു കോൺവെൻറ്റിൽ ചേരുന്നു. ഈ കോൺവെൻറ്റിൽ ദൈവത്തിനായിട്ട് പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് പ്രവേശിക്കുന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു ദിവസം, ഒരു ക്രിസ്മസ് രാത്രി, ഇങ്ങനെ കാട്ടിൽ നിന്നുള്ള കുറേയധികം അതിഥികൾ ഇവരുടെ കോൺവെൻറ്റിലേക്ക് വരികയാണ്. അപ്പോൾ ഇവർ വന്ന് ഇവർക്ക് സമ്മാനങ്ങളൊക്കെ നൽകുന്നു. സമ്മാനങ്ങളൊക്കെ നൽകി കുറച്ച് സമയത്തിനു ശേഷം ഇവർ മടങ്ങിപ്പോകാൻ ആരംഭിക്കുമ്പോൾ ഈ മേഴ്സി മാത്യു എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു കൗതുകം. ഇവരെങ്ങോട്ടാണ് മടങ്ങിപ്പോകുന്നത്? കൂട്ടുകാരി ചിരിച്ചിട്ട് പറഞ്ഞു, അവരെങ്ങോട്ടാണ് മടങ്ങിപ്പോകേണ്ടത്? അവർക്ക് കാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ കാട്ടിലേക്കാണ് അവർ മടങ്ങിപ്പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ സുഖലോലുപതയിൽ ഇരിക്കുന്ന ഇവൾക്ക്, ഇങ്ങനെ കംഫോർട്ട് സോണിൽ ഇരിക്കുന്ന ഇവൾക്ക് ഒരു പൊള്ളൽ അനുഭവപ്പെടുന്നു. ഈ പൊള്ളൽ അവൾ ജീവിതത്തിലെ തീരുമാനമാക്കി മാറ്റുന്നു. അങ്ങനെ കോൺവെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി ഈ കാട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഇവരോടൊപ്പം താമസിക്കുന്നു. ഇവരോടൊപ്പം താമസിക്കുന്നത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. ഇങ്ങനെ പൊള്ളലേൽക്കുന്ന അനുഭവം തന്നെയാണ്. ഈ പൊള്ളലിൻ്റെ കരിവാളിച്ച ഇവരുടെ ജീവിതത്തിലും ഇവരുടെ മുഖത്തും എല്ലാം കാണാം. അങ്ങനെ ഈ അപ്പൻ ഈ മകളെ കാണാനായിട്ട് വരുന്ന രംഗമുണ്ട്. ഈ അപ്പൻ ഇങ്ങനെ ഈ മകളെ നോക്കി, മേഴ്സി മാത്യുവിനെ നോക്കി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മോളെ ഇത്രയും വേണമായിരുന്നു? ഈ ചോദ്യം കേട്ട് കഴിയുമ്പോൾ തന്നെ ഈ മകള് ഈ ക്രൂശിത രൂപത്തിലേക്ക് കരം ചൂണ്ടിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ചോദിക്കുന്ന മറു ചോദ്യമുണ്ട്, അപ്പ ഇത്രയും വേണമായിരുന്നു? അങ്ങനെ ഈ മേഴ്സി മാത്യു എന്ന് പറയുന്ന പെൺകുട്ടി ദയാബായി എന്നുള്ള വലിയ ഒരു വൻമരമായി, ഇങ്ങനെ നന്മയുടെ മരമായി രൂപാന്തരപ്പെടുന്നത് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാണുന്നുണ്ട്. നമ്മുടെ ഈ ജീവിതത്തിലും ഈ സുവിശേഷം നൽകുന്ന വെല്ലുവിളി ഈ വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കുക എന്നുള്ള വെല്ലുവിളിയാണ്. അതുതന്നെയാണ് ഈ തപസ്സു കാലഘട്ടവും നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുന്ന വെല്ലുവിളി. വെളിച്ചത്തിൻ്റെ പോരാളികളായി ജീവിക്കുക. നമുക്കും ഈ ദൈവമാകുന്ന വെളിച്ചത്തെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാം. ഈ വെളിച്ചത്തെ ഉള്ളിൽ സ്വീകരിച്ചു കഴിഞ്ഞ ഒരാൾക്ക് വെളിച്ചത്തിൻ്റെ പ്രവർത്തനങ്ങളായി, വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കേണ്ടതുണ്ട്. അങ്ങനെ വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കേണ്ടി വരുമ്പോൾ വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു കരുതലോടുകൂടി, ആ ഒരു ബോധ്യത്തോടുകൂടി നമുക്കും ജീവിക്കാൻ പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.